ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാര്? ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാര്? ജോനാഥൻ ഡങ്കൻ. ജോനാഥൻ ഡങ്കൻ. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിനായി ബ്രിട്ടീഷുകാർ നടത്തിയ ആദ്യ ചുവടുവയ്പ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിനായി ബ്രിട്ടീഷുകാർ നടത്തിയ ആദ്യ ചുവടുവയ്പ് അറിയപ്പെടുന്നത്? ചാർട്ടർ ആക്ട് 1813. ചാർട്ടർ ആക്ട് 1813. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1813 എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. 1825 കൊൽക്കത്തയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച കോളേജ്? 1825 കൊൽക്കത്തയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച കോളേജ്? വേദാന്ത കോളേജ്. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ? ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ? മെക്കാളെ മിനിറ്റ്സ്. 1835 മെക്കാളെ മിനിറ്റ്സ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ട്? ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ട്? മെക്കാളെ മിനിറ്റ്സ്. അരിച്ചിറക്കൽ സിദ്ധാന്തം അവതരിപ്പിച്ചതാര്? അരിച്ചിറക്കൽ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? അരിച്ചിറക്കൽ സിദ്ധാന്തം അഥവാ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി അവതരിപ്പിച്ചത് മെക്കാളെ പ്രഭു. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ്? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആര്? ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആര്? വില്യം ബെൻഡിക്. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്. ഇന്ത്യയിൽ കോടതി ഭാഷ പേർഷ്യനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ഗവർണർ ജനറൽ ആര്? ഇന്ത്യയിൽ കോടതി ഭാഷ പേർഷ്യനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ഗവർണർ ജനറൽ ആര്? വില്യം ബെൻഡിക്. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്ത്? ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്തെ ഗവർണർ ജനറൽ ആര്? വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്തെ ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭു. 1857 കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കുവാൻ കാരണമായ വിദ്യാഭ്യാസ നയം ഏത്? 1857 കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കുവാൻ കാരണമായ വിദ്യാഭ്യാസ നയം ഏത്? വുഡ്സ് ഡെസ്പാച്ച്. 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചതാര്? 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? ഹണ്ടർ കമ്മീഷൻ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചതാര്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചതാര്? റിപ്പൺ പ്രഭു. ഹണ്ടർ കമ്മീഷൻ്റെ ചെയർമാൻ ആര്? ഹണ്ടർ കമ്മീഷൻ്റെ ചെയർമാൻ ആര്? വില്യം വിൽസൺ ഹണ്ടർ.
പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ കാരണമായത്. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കുവാൻ കാരണമായത് ഹണ്ടർ കമ്മീഷൻ. പെൺപള്ളിക്കൂടങ്ങൾ ആരംഭിക്കുവാനും അധ്യാപക പരിശീലനത്തിനായി ട്രെയിനിങ് സ്കൂളുകൾ ആരംഭിക്കുവാനും ശുപാർശ ചെയ്തത്. പെൺപള്ളിക്കൂടങ്ങൾ ആരംഭിക്കുവാനും അധ്യാപക പരിശീലനത്തിനായി ട്രെയിനിങ് സ്കൂളുകൾ ആരംഭിക്കുവാനും ശുപാർശ ചെയ്തത് ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ റാലെ കമ്മീഷൻ. റാലെ കമ്മീഷൻ. ഇൻ്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കി BA കോഴ്സ് 3 വർഷമാക്കിയ കമ്മീഷൻ ഏത്? ഇൻ്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കി BA കോഴ്സ് 3 വർഷമാക്കിയ കമ്മീഷൻ ഏത്? റാലെ കമ്മീഷൻ. ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏത്? ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ റാലെ കമ്മീഷൻ. റാലെ കമ്മീഷനെ നിയമിച്ചതാര്? റാലെ കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭു. 1901 ശാന്തിനികേതൻ സ്ഥാപിച്ച കവി ആര്? 1901 ശാന്തിനികേതൻ സ്ഥാപിച്ച കവി ആര്? രവീന്ദ്രനാഥ ടാഗോർ. ശാന്തിനികേതനുള്ളിൽ രവീന്ദ്രനാഥ ടാഗോർ താമസിച്ചിരുന്ന ഭവനം അറിയപ്പെടുന്നത്? ശാന്തിനികേതനുള്ളിൽ രവീന്ദ്രനാഥ ടാഗോർ താമസിച്ചിരുന്ന ഭവനം അറിയപ്പെടുന്നത് ഉത്തരായൻ. ശാന്തിനികേതൻ വിശ്വഭാരതിയായി തീർന്ന വർഷം ഏത്? ശാന്തിനികേതൻ വിശ്വഭാരതിയായി തീർന്ന വർഷം 1921. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള സർവകലാശാല ഏത്? പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. 1916 മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സർവകലാശാല ഏത്? 1916 മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സർവകലാശാല ബനാറസ് ഹിന്ദു സർവകലാശാല. ഇന്ത്യയുടെ 3ാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ 3ാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏത്? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏത്? സാഡ്ലർ കമ്മീഷൻ. 7 മുതൽ 14 വയസ്സുവരെ 7 വർഷക്കാലം ദേശീയാടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് ശുപാർശ ചെയ്തത്? 7 മുതൽ 14 വയസ്സുവരെ 7 വർഷക്കാലം ദേശീയാടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി സക്കീർ ഹുസൈൻ കമ്മിറ്റി. 1937 സക്കീർ ഹുസൈൻ കമ്മിറ്റി. ബോധനമാധ്യമം മാതൃഭാഷയായിരിക്കണമെന്ന് നിഷ്കർഷിച്ചത്? ബോധനമാധ്യമം മാതൃഭാഷയായിരിക്കണമെന്ന് നിഷ്കർഷിച്ചത് സക്കീർ ഹുസൈൻ കമ്മിറ്റി. 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആര്? 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആര്? KM മുൻഷി. മാതൃഭാഷയെ ബോധനമാധ്യമമാക്കുകയും ഇംഗ്ലീഷിനെ 2ാം നിർബന്ധ ഭാഷയാക്കുകയും ചെയ്ത കമ്മീഷൻ ഏത്? മാതൃഭാഷയെ ബോധനമാധ്യമം ആക്കുകയും ഇംഗ്ലീഷിനെ 2ാം നിർബന്ധ ഭാഷയാക്കുകയും ചെയ്ത കമ്മീഷൻ ഏത്? സാർജന്റ് കമ്മീഷൻ. 1944 സാർജന്റ് കമ്മീഷൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ ശുപാർശ ചെയ്തത് ഏത് കമ്മീഷൻ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ സാർജന്റ് കമ്മീഷൻ.
ഹൈസ്കൂളുകളെ അക്കാഡമിക്, ടെക്നിക്കൽ എന്നിങ്ങനെ രണ്ടായി തിരിച്ച കമ്മീഷൻ ഏത്? ഹൈസ്കൂളുകളെ അക്കാദമിക്, ടെക്നിക്കൽ എന്നിങ്ങനെ രണ്ടായി തിരിച്ച കമ്മീഷൻ ഏത്? സാർജന്റ് കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1949 ഓഗസ്റ്റിൽ. രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1949 ഓഗസ്റ്റിൽ. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷൻ ഏത്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷൻ ഏത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. വിദ്യാർത്ഥികളെ സാംസ്കാരിക പൈതൃകത്തെപ്പറ്റി ബോധവാന്മാരാക്കുന്നതിലൂടെ അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച കമ്മീഷൻ ഏത്? വിദ്യാർത്ഥികളെ സാംസ്കാരിക പൈതൃകത്തെപ്പറ്റി ബോധവാന്മാരാക്കുന്നതിലൂടെ അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച കമ്മീഷൻ ഏത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. ശാന്തിനികേതൻ, ജാമിയ മില്ലിയ എന്നീ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഏത്? ശാന്തിനികേതൻ, ജാമിയ മില്ലിയ എന്നീ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഏത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏത്? സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏത്? മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതിഗതികൾ പഠിച്ച് ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്താനും സെക്കൻഡറി വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കുവാനുമായി ഇന്ത്യ ഗവൺമെൻറ് 1952 നിയമിച്ച കമ്മീഷൻ ഏത്? സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതിഗതികൾ പഠിച്ച് ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്താനും സെക്കൻഡറി വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കാനുമായി ഇന്ത്യ ഗവൺമെൻറ് 1952 നിയമിച്ച കമ്മീഷൻ ഏത്? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ. മുതലിയാർ കമ്മീഷൻ്റെ നിർദ്ദേശഫലമായി രൂപം കൊണ്ട പാഠ്യപദ്ധതി. മുതലിയാർ കമ്മീഷൻ്റെ നിർദ്ദേശഫലമായി രൂപം കൊണ്ട പാഠ്യപദ്ധതി ത്രിഭാഷാ പാഠ്യപദ്ധതി. മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ബോധന രീതികൾ ഏതെല്ലാം? മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ബോധന രീതികൾ ഏതെല്ലാം? പ്രോജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി എന്നിവ. ഇന്ത്യ ഗവൺമെൻറ് 1964 നിയമിച്ച ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏത്? ഇന്ത്യ ഗവൺമെൻറ് 1964 നിയമിച്ച ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏത്? കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? കോത്താരി കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ DS കോത്താരി. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷൻ ഏത്? വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റിയുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷൻ ഏത്? കോത്താരി കമ്മീഷൻ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആര്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആര്? ഡോക്ടർ DS കോത്താരി. 10+2+3 പാറ്റേണിലുള്ള വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? 10+2+3 പാറ്റേണിലുള്ള വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? കോത്താരി കമ്മീഷൻ. എല്ലാ വിദ്യാഭ്യാസ ഘട്ടത്തിലും പ്രവൃത്തി പരിചയത്തിന് പ്രാധാന്യം നൽകണമെന്ന് നിർദ്ദേശിച്ചത് ഏത് കമ്മീഷൻ? എല്ലാ വിദ്യാഭ്യാസ ഘട്ടത്തിലും പ്രവൃത്തി പരിചയത്തിന്
പ്രാധാന്യം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ? കോത്താരി കമ്മീഷൻ. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാനായി രൂപീകരിച്ച കമ്മിറ്റി ഏത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാനായി രൂപീകരിച്ച കമ്മിറ്റി ഏത്? രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഏത്? ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഏത്? യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ? സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ? എൻ ഗോപാലസ്വാമി. പുതിയ വിദ്യാഭ്യാസ നയം രൂപവത്കരിക്കുന്നതിനായി കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പ് മന്ത്രാലയം രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ? പുത്തൻ വിദ്യാഭ്യാസ നയം രൂപവത്കരിക്കുന്നതിനായി കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പ് മന്ത്രാലയം രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ? TSR സുബ്രഹ്മണ്യൻ. 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അവരുടെ അവകാശമാണെന്നും അത് ഉടനടി നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അവരുടെ അവകാശമാണെന്നും അത് ഉടനടി നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? സുബ്രഹ്മണ്യൻ കമ്മിറ്റി. സിവിൽ സർവീസ് പരീക്ഷാ പാറ്റേൺ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആര്? സിവിൽ സർവീസ് പരീക്ഷാ പാറ്റേൺ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആര്? BS ബസ്യാൻ. പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയിലെ അധ്യക്ഷൻ ആര്? പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയിലെ അധ്യക്ഷൻ ആര്? ഡോക്ടർ K കസ്തൂരിരംഗൻ. ഇന്ത്യയിലെ മികച്ച 20 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി UGC നിയമിച്ച എംപവേർഡ് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ തലവൻ ആര്? ഇന്ത്യയിലെ മികച്ച 20 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി UGC നിയമിച്ച എംപവേർഡ് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ തലവൻ ആര്? N ഗോപാലസ്വാമി. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബുൽ കലാം ആസാദ്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളെ അടിസ്ഥാനമാക്കി 1968 ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയം? കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളെ അടിസ്ഥാനമാക്കി 1968 ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയം? 1968 ദേശീയ വിദ്യാഭ്യാസ നയം. രാജ്യത്താകമാനം 10+2+3 എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയം? രാജ്യത്താകമാനം 10+2+3 എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയം? 1968 ദേശീയ വിദ്യാഭ്യാസ നയം. ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? 1986. അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയം ഏത്? അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയം ഏത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടന ഏത്? പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടന ഏത്? ഡയറ്റ്. ജില്ലയിലെ പ്രാഥമിക വയോജന വിദ്യാഭ്യാസ പരിപാടികൾക്ക് പിന്തുണ നൽകുന്നത്? ജില്ലയിലെ പ്രാഥമിക വയോജന വിദ്യാഭ്യാസ പരിപാടികൾക്ക് പിന്തുണ നൽകുന്നത് ഡയറ്റ്. ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ച വർഷം? ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ച വർഷം 1978.
ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുടർന്ന് 1990 സ്ഥാപിതമായത്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുടർന്ന് 1990 സ്ഥാപിതമായത് കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്. പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്നും വേർപെടുത്തി കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം ഏത്? പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം ഏത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം. നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയം ഏത്? നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയം ഏത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി ആര്? നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. ഏത് ആക്ടിൻ്റെ കീഴിലാണ് നവോദയ വിദ്യാലയങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഏത് ആക്ടിൻ്റെ കീഴിലാണ് നവോദയ വിദ്യാലയങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഏക സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഏക സംസ്ഥാനം തമിഴ്നാട്. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് എന്ന്? വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? 2010 ഏപ്രിൽ 1. കുട്ടികളുടെ അവകാശങ്ങൾ നിർണ്ണയിക്കുകയും ലോകവ്യാപകമായി നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് മുൻകൈയെടുത്ത സംഘടന ഏത്? കുട്ടികളുടെ അവകാശങ്ങൾ നിർണ്ണയിക്കുകയും ലോകവ്യാപകമായി നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് മുൻകൈയെടുത്ത സംഘടന യുനെസ്കോ. വിദ്യാഭ്യാസത്തിൻ്റെ സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കുന്നത് എന്ത്? വിദ്യാഭ്യാസത്തിൻ്റെ സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കുന്നത് 2009 ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം. ഐക്യരാഷ്ട്രസഭയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സമ്മേളനം നടന്ന വർഷം? ഐക്യരാഷ്ട്രസഭയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സമ്മേളനം നടന്നത് 2002. വിദ്യാഭ്യാസത്തിൻ്റെ 3 രൂപങ്ങൾ ഏതെല്ലാം? വിദ്യാഭ്യാസത്തിൻ്റെ 3 രൂപങ്ങൾ ഔപചാരികം, അനൗപചാരികം, യാദൃശ്ചികം. NCERT സ്ഥാപിതമായ വർഷം ഏത്? NCERT സ്ഥാപിതമായ വർഷം 1961. NCERTയുടെ ആസ്ഥാനം എവിടെയാണ്? NCERTയുടെ ആസ്ഥാനം ന്യൂഡൽഹി. NCERTയുടെ മാർഗദർശനത്തോടെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തുസൂക്ഷിക്കാൻ ചുമതലപ്പെട്ട സമാന്തര സ്ഥാപനം ഏത്? NCERTയുടെ മാർഗദർശനത്തോടെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തുസൂക്ഷിക്കാൻ ചുമതലപ്പെട്ട സമാന്തര സ്ഥാപനമാണ് SCERT. സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ സേവനകാല പരിശീലനത്തിൻ്റെ നേരിട്ടുള്ള ചുമതല ആർക്കാണ്? സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ സേവനകാല പരിശീലനത്തിൻ്റെ നേരിട്ടുള്ള ചുമതല SCERTക്കാണ്. ഡയറ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണപരമായ നേതൃത്വം നൽകുന്നത് ആര്? ഡയറ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണപരമായ നേതൃത്വം നൽകുന്നത് SCERT. UGC നിലവിൽ വന്ന വർഷം ഏത്? UGC നിലവിൽ വന്ന വർഷം 1953. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആര്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ഡോക്ടർ S. രാധാകൃഷ്ണൻ. UGCയുടെ ആസ്ഥാനം എവിടെയാണ്? UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹി. UGCയുടെ ആപ്തവാക്യം എന്ത്? UGCയുടെ ആപ്തവാക്യം അറിവാണ് മോചനം.